ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബ്സ് കെം സ്പാർക്ക്. ഈ വീഡിയോയിലൂടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് നെയിം റിയാക്ഷൻസ് നോക്കാം. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നെയിം റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പല നെയിം റിയാക്ഷൻസിലെ റിയേജൻസ് ഏതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ആൾഡോൾ കണ്ടൻസേഷൻ. It involves condensation reaction between two aldehyde or two ketone molecules containing alpha hydrogen atom in the presence of dilute alkali. During this reaction, alpha carbon atom of one aldehyde molecule joins with carbonyl carbon of the other molecule. The product is beta hydroxy carbonyl compound, which on heating produces alpha beta unsaturated aldehyde or ketone. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ആൽഡോൾ കണ്ടൻസേഷനിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ രണ്ട് ആൽഡിഹൈഡ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ രണ്ട് കീറ്റോൺ ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടത് കാർബണൈൽ, നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം മസ്റ്റ് ആണ്. അതുപോലെ തന്നെ റിയാക്ഷൻ ഡയലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഇവിടെ എത്തനാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ എത്തനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ആൽഫ ഹൈഡ്രജൻ ആറ്റം നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റം അവിടുന്ന് പോകുമ്പോൾ അവിടെ ഒരു കാർബാനയോൺ ഫോം ചെയ്യും. ആ കാർബാനയോൺ നമ്മുടെ ഫസ്റ്റ് ആൽഡിഹൈഡിലുള്ള കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ആൾഡോൾ ഫോം ചെയ്യും. അതായത് ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ബെൻസോയിൻ കണ്ടൻസേഷൻ. It involves the condensation between two molecules of benzaldehyde in the presence of ethanolic solution of potassium cyanide. ഇതിൽ രണ്ട് മോളിക്യൂൾ ബെൻസാൾഡിഹൈഡ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം സയനൈഡിൻ്റെ പ്രസൻസിൽ അതിന് കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ട് ബെൻസോയിൻ ആണ് ഫോം ചെയ്യുന്നത്. ബെൻസോയിൻ ഫോർമുല C6H5 C ഡബിൾ ബോണ്ട് O CHOH C6H5. Birch reduction. It involves the reduction of C double bond C bond, that is olefinic bond, by using sodium in liquid ammonia in the presence of alcohol. അപ്പോൾ ആൽക്കീനെ ആൽക്കൈൻ ആക്കാനുള്ള റിയാക്ഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. ഇത് വൺ വേർഡ് ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഈ റിയേജൻറ്റ് തന്നിട്ട് നിങ്ങളോട് ഇന്ന ആൽക്കീൻ ആയിട്ട് മാറുന്നു, അത് ഏത് റിയാക്ഷൻ ആണെന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ബിർച്ച് റിഡക്ഷൻ്റെ പ്രത്യേകത, ഇത് ബെൻസീനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. Benzene which is not reduced by zinc amalgam bar HCl or sodium bar alcohol can be reduced by Birch reduction to 1,4-cyclohexadiene. Next one, Baeyer-Villiger oxidation. അത് രണ്ട് റിയാക്ഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. റിയാക്ഷൻ 1-ൽ it involves the oxidation of ketones with organic peroxy acid like peroxybenzoic acid C6H5CO3H or peroxyacetic acid CH3CO3H to form esters. ഇപ്പോൾ റിയാക്ഷനിൽ ഫസ്റ്റ് വൺ ഈ താഴെ ഫസ്റ്റ് പിക്ചറാണ് കാണിക്കുന്നത്. CH3 C ഡബിൾ ബോണ്ട് O CH3 പ്രൊപ്പനോൺ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ആസിഡ് എടുക്കുക, പെറോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ പെറോക്സി അസിറ്റിക് ആസിഡിൻ്റെ പ്രസൻസിൽ അത് എസ്റ്റർ ഫോം ചെയ്യും, മീഥൈൽ അസറ്റേറ്റ് ഫോം ചെയ്യും. CH3 C ഡബിൾ ബോണ്ട് O CH3 ഫോം ചെയ്യും. ഇനി റിയാക്ഷൻ 2-ൽ വരുന്നത് സൈക്ലിക് കീറ്റോൺസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ലാക്ടോൺസ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് റിംഗ് വിത്ത് ഓവറോൾ എഫക്ട്സ്
has insertion of oxygen between carbonyl carbon and adjacent alpha carbon. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ പറയുന്നത് സൈക്ലോപെൻറ്റനോണിന് CF3CO3Hുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ലാക്ടോൺ ഫോം ചെയ്യും. അതായത് നമ്മുടെ തന്നിരിക്കുന്ന കീറ്റോണിൽ ആ കാർബണൈൽ കാർബണും പിന്നെ ആൽഫ കാർബണിനിടയ്ക്ക് ഒരു ഓക്സിജൻ ഇൻസേർഷനാണ് വരുന്നത്. ഇതാണ് ബെയർ-വില്ലീഗർ ഓക്സിഡേഷൻ. Claisen-Smith condensation. It involves the condensation between benzaldehyde and aliphatic aldehydes in the presence of dilute alkali. Here, alpha carbon atom of the aldehyde molecule containing alpha hydrogen atom attaches itself to the carbonyl carbon of the other aldehyde molecule. ഇത് ആൾഡോൾ കണ്ടൻസേഷൻ പോലെ തന്നെയാണ് റിയാക്ഷൻ വരുന്നത്, ഡയലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിലാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ബെൻസാൾഡിഹൈഡും ഒരു ആലിഫാറ്റിക് ആൽഡിഹൈഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആലിഫാറ്റിക് ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജനാറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കാർബാനയോൺ ഫോം ചെയ്തിട്ട് ആ കാർബാനയോൺ ബെൻസാൾഡിഹൈഡിലെ കാർബണൈൽ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആൾഡോൾ കണ്ടൻസേഷൻ പോലെ തന്നെ റിയാക്ഷൻ. പിന്നെ ലാസ്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വാട്ടർ മോളിക്യൂള് റിലീസ് ചെയ്യും. Claisen condensation. It involves the self-condensation of esters in the presence of alkoxide base to produce beta-keto ester. Here, alpha carbon atom of one ester molecule attaches itself to the carbonyl carbon of the other ester molecule. അപ്പോൾ എസ്റ്റർ മോളിക്യൂളിന് സെൽഫ് കണ്ടൻസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള ഈതേൽ അസറ്റേറ്റ് ആണ്. CH3C ഡബിൾ ബോണ്ട് OO C2H5 രണ്ടും സെയിം മോളിക്യൂൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആൽഫ കാർബൺ ആറ്റം ആദ്യത്തെ എസ്റ്ററുമായിട്ട് റിയാക്ഷനിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് C2H5OH എത്തനോള് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഈ റിയാക്ഷൻ നടക്കുന്നത് പ്രസൻസ് ഓഫ് സ്ട്രോങ് ആൽക്കോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3C ഡബിൾ ബോണ്ട് O CH2C ഡബിൾ ബോണ്ട് O OC2H5 ഈതേൽ അസറ്റോ അസറ്റേറ്റ് അഥവാ അസറ്റോ അസറ്റിക് എസ്റ്റർ ഫോം ചെയ്യും. ഇതൊരു ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. നെക്സ്റ്റ് വൺ കാനിസാറോസ് റിയാക്ഷൻ. Aldehyde which do not contain alpha hydrogen atom undergo disproportionation when heated with concentrated solution of NaOH or KOH. Here, one molecule of aldehyde gets oxidized while the other is reduced. അതായത് നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷൻ ആണെങ്കിൽ അടുത്ത മോളിക്യൂളിന് റിഡക്ഷൻ ആണ് നടക്കുന്നത്. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെത്തനാൽ എടുക്കുകയാണെങ്കിൽ രണ്ട് മോളിക്യൂൾ മെത്തനാൽ എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ബേസിൻ്റെ പ്രസൻസിലാണ് സോഡിയം മെത്തനോവേറ്റും മെത്തനോളും ഫോം ചെയ്യും. അതുപോലെ തന്നെ ബെൻസാൾഡിഹൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ സോഡിയം ബെൻസോവേറ്റും ബെൻസൈൽ ആൽക്കഹോളും ഫോം ചെയ്യും. കാർബൈലമീൻ റിയാക്ഷൻ. It is a chemical reaction between primary amines and chloroform in the presence of NaOH or KOH to form carbylamines. The reaction is shown by both aliphatic as well as aromatic primary amine. Reaction C2H5NH2 ഈതേൽ അമീൻ ക്ലോറോഫോമായിട്ട് റിയാക്ട് ചെയ്യും CHCl3 in the presence of a base. Carbylamine or isocyanide is formed. C2H5NC is formed. ഇനി ഇത് അരോമാറ്റിക് അമീനായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ C6H5NH2 plus CHCl3 plus 3KOH gives C6H5N triple bond C. Phenyl isocyanide is formed. Next one, coupling reaction. It involves the reaction of benzene diazonium salt with phenols or arylamines under suitable conditions form azo compound.
അപ്പോൾ ഫീനോളിൻ്റെ റിയാക്ഷനും അനിലിൻ്റെ കപ്ലിംഗ് റിയാക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷനിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആയിട്ടാണ് കപ്ലിംഗ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫീനോളായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടുന്ന് HCl ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് AR N ഡബിൾ ബോണ്ട് N AR അതാണ് അസോ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫീനോളായിട്ടാണ് കപ്ലിംഗ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഓറഞ്ച് ഡൈ ഫോം ചെയ്യും, പാരാഹൈഡ്രോക്സി അസോ ബെൻസീൻ. ഇനി റിയാക്ഷൻ വിത്ത് അനിലിനാണെങ്കിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് അനിലിനുമായിട്ട് റിയാക്ട് ചെയ്ത് പാരാ അമിനോ അസോ ബെൻസീൻ യെല്ലോ ഡൈ ഈസ് ഫോംഡ്. ഇതിൽ ഈ അനിലിനുമായിട്ടുള്ള റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലും ഫീനോളായിട്ടുള്ള റിയാക്ഷൻ ബേസിക് മീഡിയത്തിലുമാണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ക്ലമൻഷൻ റിഡക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ആൽക്കെയിൻ ആക്കി മാറ്റാനുള്ള, ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റാനുള്ള റിയാക്ഷനാണ്. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ട് ഇതേത് റിയാക്ഷനാണ് അല്ലെങ്കിൽ റിയേജൻ്റ് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇൻവോൾവ്സ് ദി റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിത്ത് zinc amalgam and concentrated HCl to give hydrocarbons. എക്സാമ്പിൾ എത്തനാൽ ആണെങ്കിൽ ഈഥെയ്ൻ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ CH3C ഡബിൾ ബോണ്ടോ H ഇതിൽ ക്ലമൻഷൻ റിഡക്ഷൻ ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്തനാൽ ഈഥെയ്ൻ ആയിട്ട് മാറി. ഇനി പ്രൊപ്പനോൺ ആണ് എടുക്കുന്നതെങ്കിൽ CH3C ഡബിൾ ബോണ്ടോ CH3 പ്രൊപ്പൈൻ ആയിട്ട് മാറും, CH3 CH2 CH3 ആയിട്ട് മാറും. അസറ്റോഫീനോൺ ആണെങ്കിൽ C6H5C ഡബിൾ ബോണ്ട് O CH3 C6H5 CH2 CH3 ആയി, അതായത് ഈഥൈൽ ബെൻസീൻ ആയിട്ട് മാറി. ഇനി സൈക്ലോപെൻറ്റനോൺ ആണ് എടുക്കുന്നതെങ്കിൽ സൈക്ലോപെൻറ്റീൻ ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ ഇറ്റാർഡ്സ് റിയാക്ഷൻ. This reaction involves the partial oxidation of toluene with chromyl chloride solution in CCl4 or carbon disulfide. The product formed is benzaldehyde. ടൊളുവിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ ക്രോമൈൽ ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ബെൻസീൻ്റെ മേലെ CHO Cr OH Cl2 ഓൾ ട്വൈസ് വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോളിസിസ് വരുമ്പോൾ അത് ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറും. അപ്പോൾ ടൊളുവിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഇറ്റാർഡ്സ് റിയാക്ഷൻ. Fry's rearrangement. It involves the isomerization of phenolic esters to ortho and para acyl phenols in the presence of anhydrous aluminum chloride. At low temperature, para isomer is major product, while at high temperature, ortho isomer is major product. ഇപ്പോൾ ഫിനൈൽ അസറ്റേറ്റിനെ അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഐസോമറൈസേഷൻ നടന്നിട്ട് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫീനോണും അതുപോലെ തന്നെ പാരാ ഹൈഡ്രോക്സി അസറ്റോഫീനോണും ഫോം ചെയ്യും. ഫിറ്റിക് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഇൻവോൾവ്സ് ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാലോഅരീൻ വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ബൈഫിനൈൽസ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്നത് അരേൽ ഹാലൈഡ് ആണ്. അരേൽ ഹാലൈഡിനെ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡൈഫിനൈൽ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലോറോബെൻസീൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡൈഫിനൈൽ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാനൈട്രോ ക്ലോറോബെൻസീൻ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും അപ്പോഴും നമുക്ക് ഡൈഫിനൈലാണ് ഫോം ചെയ്യുന്നത്. ഗട്ടർമാൻ റിയാക്ഷൻ. The reactions involve the preparation of chloro or bromo substituted benzene from benzene diazonium chloride by treatment with copper bar HCl or copper bar HBr respectively. ഇപ്പോൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ കോപ്പർ ബാർ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോബെൻസീൻ ഫോം ചെയ്യും. കോപ്പർ ബാർ HBr ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ബ്രോമോ ബെൻസീൻ ഫോം ചെയ്യും. Helmholtz-Zielinski HVZ reaction. This involves the substitution of chloro or bromo group at the alpha carbon atom of carboxylic acid.
The reaction takes place between aliphatic carboxylic acid and chlorine or bromine in the presence of red phosphorus. അപ്പോൾ ആസിഡിനെയാണ് ഇത് ഹാലോ കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അസറ്റിക് ആസിഡാണ്, CH3COOH. ക്ലോറിൻ ബാർ ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ വേണ്ട കണ്ടീഷൻ ആൽഫ കാർബണാറ്റത്തിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരികയാണ്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അത്രയും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അത്രയും ക്ലോറിൻ ആറ്റം വരും. അപ്പോൾ ആദ്യം CH3COOHന് അത് CH2ClCOOH ആയിട്ട് മാറും. മോണോ ക്ലോറോ ഡെറിവേറ്റീവ് ആയിട്ട് മാറി മോണോക്ലോറോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. വീണ്ടും ഇതിൽ ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്, അതുകൊണ്ട് അത് ആ ഒരു രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് വീണ്ടും ക്ലോറിൻ വരുമ്പോൾ Cl2CHCOOH. വീണ്ടും ഇത് റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് CCl3COOH ഫോം ചെയ്യും. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. This reaction involves the conversion of amides into primary amines with one carbon atom less than the parent amide by treatment with bromine and caustic soda. Here RCONH2 gets converted into RNH2. അപ്പോൾ അമൈഡിനെ അമീനാക്കി മാറ്റാനുള്ള റിയാക്ഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ അസെറ്റാമൈഡാണ് എടുത്തിട്ടുള്ളത്, CH3CONH2. അതിനെ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി അതിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കാർബൺ ആറ്റം ലെസ് ആയിട്ടുള്ളൊരു അമീൻ ഫോം ചെയ്യും, CH3NH2 ഫോം ചെയ്യും. അതുപോലെ തന്നെ പ്രൊപ്പനാമൈഡാണ് എടുക്കുന്നതെങ്കിൽ ഈതേൽ അമീൻ ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ Kolb reaction. This involves the reaction between sodium phenoxide and carbon dioxide under pressure 4 to 7 atmosphere at 398 Kelvin to form sodium salicylate, which on hydrolysis with mineral acids gives salicylic acid. അപ്പം സോഡിയം ഫിനോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അത് ഓർത്തോ സോഡിയം സാലിസിലേറ്റും അതുപോലെ തന്നെ അതിനെ ഹൈഡ്രോളിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യാനുള്ളൊരു മെത്തേഡാണിത്. ഓൾദോ പാരാ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് പാരാ സാലിസിലിക് ആസിഡ് ഈസ് ഫോംഡ് ആസ് എ മൈനർ പ്രോഡക്റ്റ്. അപ്പോൾ ഓർത്തോ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പാരാ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. ദി സെപ്പറേഷൻ ഓഫ് ദി 2 ഐസോമേഴ്സ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് റെഡിലി ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഓർത്തോ ഐസോമർ ബീയിങ് മോർ വോളറ്റൈൽ. ഇപ്പോൾ ഈ സെപ്പറേഷൻ ടെക്നിക്സ് ചോദിക്കാറുണ്ട്. ഓർത്തോ പാരാ ഐസോമറിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. Next one, Mervin-Pondorf-Verley reductions, MPV reduction. This reaction involves the reduction of aldehyde or ketone to alcohols with aluminium isopropoxide in 2-propanol solution. The reducing agent is specific for C-double bond group to CH-OH group, but it does not reduce the other groups such as C double bond C or NO2 group. C double bond O ഗ്രൂപ്പിനെ CH-OH ഗ്രൂപ്പ് ആക്കാനുള്ള റിയാക്ഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കീറ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കീറ്റോണിനെ അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് CH3 ഓൾ ത്രൈസ് AL ആണ്. 2 പ്രൊപ്പനോളിൻ്റെ പ്രസൻസിൽ ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ 2 R എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു CHO ഓൾ ത്രൈസ് ആണ് വരുന്നത്. അതിന് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ അത് ഒരു ആൽക്കഹോൾ ആയിട്ട് മാറും. അതായത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഫൈനലി ഒരു CH-OH ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Oppenheimer oxidation. This is reverse of MPV reduction. It involves the oxidation of secondary alcohol with aluminum tertiary butoxide to ketone in acetone. നേരത്തെ അത് നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടുകയാണ് ചെയ്തത്. ഇവിടെ സെക്കൻഡറി ആൽക്കഹോളിന് അത് കീറ്റോൺ ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്, അതിന് അലൂമിനിയം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക. CH3 ത്രൈസ് CO
ഓൾ ത്രൈസ് AL. അപ്പോൾ ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടും. അത് പിന്നെ ആ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അസറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കീറ്റോണ് ഫോം ചെയ്യും. Perkin's reaction. It involves the reaction between aromatic aldehyde and an anhydride of aliphatic acid in the presence of sodium salt of the same acid. The product is alpha beta unsaturated acid. അപ്പോൾ നമ്മളൊരു അരോമാറ്റിക് ആൽഡിഹൈഡ്, ഇവിടെ ബെൻസാൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആലിഫാറ്റിക് ആസിഡിൻ്റെ അൺഹൈഡ്രേറ്റും ആണ് എടുക്കുന്നത്. ഇനി നമ്മൾ റിയാക്ഷനിൽ എടുക്കുന്നത് ആ സെയിം നമ്മൾ ഏതാണോ അൺഹൈഡ്രേറ്റ് എടുത്തത് അതിൻ്റെ സോഡിയം സാൾട്ട് തന്നെയാണ് റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിനമിക് ആസിഡ് ഫോം ചെയ്യും, അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ഫോം ചെയ്യും. Reimer-Tiemann reaction. This involves the reaction between phenol and chloroform in the presence of aqueous alkali at 333 to 343 Kelvin to give salicylaldehyde. ഇപ്പോൾ ഫീനോളിനെ ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സാലിസിലാൽഡിഹൈഡ് ഫോം ചെയ്യും. നേരത്തെ നമ്മൾ കോൾബ് റിയാക്ഷൻ പറഞ്ഞിരുന്നു, അത് സാലിസിലിക് ആസിഡ് ആണ്. ഇഫ് ദ റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് carbon tetrachloride instead of chloroform, salicylic acid is produced. ഇപ്പോൾ ഫീനോളിനെ നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സാലിസിലിക് ആസിഡും, ക്ലോറോഫോമിൻ്റെ പ്രസൻസിലാണെങ്കിൽ സാലിസിലാൽഡിഹൈഡും ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് റൈമർ-ടൈമാൻ റിയാക്ഷൻ. സാൻമേയേഴ്സ് റിയാക്ഷൻ. This reaction involves the replacement of diazonium group by chlorine or bromine or cyano group. ഇപ്പോൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ കോപ്പർ ക്ലോറൈഡ് ബാർ HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലോറോബെൻസീൻ ഫോം ചെയ്യും. കോപ്പർ ബ്രോമൈഡ് ബാർ HBr ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രോമോബെൻസീൻ. കോപ്പർ സയനൈഡ് ബാർ പൊട്ടാസ്യം സയനൈഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൈനോബെൻസീൻ ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് അനിലിനിൽ നിന്നും ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനെ ഡയാസോട്ടൈസേഷൻ എന്നാണ് പറയുക. അത് അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് NaNO2 ബാർ HCl ബിലോ 5 ഡിഗ്രി സെൽഷ്യസിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ഡയാസോട്ടൈസേഷൻ. പിന്നെ ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഈ റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, സൈനോബെൻസീൻ ഫോം ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷനെ സാൻമേയേഴ്സ് റിയാക്ഷൻ എന്നും പറയുന്നു. വില്യംസൺ സിന്തസിസ്. This reaction is used to prepare both symmetrical as well as unsymmetrical ethers. It involves the treatment of alkyl halide with sodium alkoxide or sodium ഫീനോക്സൈഡ്. അപ്പോൾ ഈതറിൻ്റെ ഫോർമേഷനാണ് വില്യംസൺ സിന്തസിസ് യൂസ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് മീഥൈൽ അയഡൈഡ് ആണ്, അതിനെ സോഡിയം ഇത്തോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. NaOC2H5 ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ NaI എലിമിനേറ്റ് ചെയ്ത് CH3OC2H5 മിഥോക്സി ഈഥേൻ ഫോം ചെയ്യും. രണ്ടാമത്തെ റിയാക്ഷൻ C2H5I സോഡിയം ഐസോപ്രൊപ്പോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. NaOCHCH3 twice. അപ്പോൾ കിട്ടുന്നത് C2H5O CHCH3 twice. NaI ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും, അതായത് 2-ഇഥോക്സി പ്രൊപ്പെയിൻ ഫോം ചെയ്യും. ഇനി മീഥൈൽ അയഡൈഡിനെ തന്നെ സോഡിയം ഫീനോക്സൈഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് NaOC6H5 ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അനിസോൾ ഫോം ചെയ്യും, അതായത് CH3OC6H5 C6H5OCH3, അതാണ് അനിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെക്കാനിസംസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഈ വില്യംസൺ സിന്തസിസിൻ്റെ മെക്കാനിസം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യാം. Wood's reaction. This reaction involves the treatment of either solution of alkyl halides with metallic sodium to produce alkanes. നേരത്തെ നമ്മൾ ഫിറ്റിക് റിയാക്ഷൻ പറഞ്ഞിരുന്നു, അവിടെ അരൈൽ ഹാലൈഡ് ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബൈഫിനൈൽ ഫോം ചെയ്തു, ഇവിടെ ആണെങ്കിൽ ആൽക്കെയിൻ ആണ് ഫോം ചെയ്യുന്നത്. അപ്പം RX എന്നുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് RXനെ സോഡിയം ഡ്രൈ ഈതറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ RR ആൽക്കെയിൻ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ.
Woods-Fittig reaction. This reaction involves the treatment of either solution of haloalkane and that of haloarine is treated with metallic sodium. ഇപ്പോൾ വുഡ്സിൽ ഹാലോ ആൽക്കെയിൻ, ഫിറ്റിഗിൽ ഹാലോ അരീൻസ്. വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷനിൽ ഹാലോ ആൽക്കെയിനും ഹാലോ അരീനും തമ്മിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷനാണ് വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ബ്രോമോ ബെൻസീനും അതുപോലെ തന്നെ ബ്രോമോ മീതേനും ട്രീറ്റ് ചെയ്തപ്പോൾ ടൊളുവിൻ ഫോം ചെയ്തു. ഈ റിയാക്ഷനിൽ ഡൈഫിനൈൽ അതുപോലെ തന്നെ ഈതേനും സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.